ഹലോ ഹായ് വെൽക്കം. ഇന്ന് വർക്കൊന്നുമില്ല കേട്ടോ, നല്ല മഴയായിരുന്നു രാവിലെ. ഇപ്പോൾ ചെറുതായിട്ടും തോന്നിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണിക്കുന്ന നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല, എന്നാലും കാണിക്കാം. ഹായ്, പണിയില്ലായിരുന്നു കേട്ടോ. ഉണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ വീടിനകവും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ കാണിക്കുക കേട്ടോ. ഉണ്ടോ, അത് ഞങ്ങളുടെ വല്യമ്മയാണേ. അതുകൊണ്ടാ തറയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, പരുക്കനിട്ടേക്കുന്നു, കോൺക്രീറ്റ് ഇട്ടേക്കുന്നേ ഉള്ളൂ. അതിൽ ആസ്പെറ്റസ് ആണേ. എന്താ ഇത് ഞങ്ങളുടെ റൂമാണ്. എന്താ എല്ലാം ഇതൊക്കെ ഇട്ടേക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു സാധനം കാണിച്ചാരേ. ഉണ്ടോ, മോന് കിട്ടിയ ട്രോഫികളാണ് ഇതെല്ലാം. ഉണ്ടോ, സ്കൂളിൽ നിന്നും നമ്മുടെ ക്ലബിൻ്റെയും അവിടെ നിന്നൊക്കെ കിട്ടിയ ഇതാണ്ടിരിക്കുന്നുണ്ടോ. എന്താ വലിയ ട്രോഫിയൊക്കെ നാടൻ പാട്ടിന് കിട്ടിയതാണ്. ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇനി വാരിപ്പുറക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാം. ഇതിൻ്റെ മണ്ടയ്ക്കാൻ ഒത്തിരി ഇരിപ്പുണ്ട്, അവിടെ ഇവിടെ ആയിട്ടൊക്കെ എല്ലാം വീണ് കിടപ്പുണ്ട്. അതിന് മണ്ടലോട്ടെ ഞങ്ങളുടെ നേരത്തെ ഫോട്ടോ ഉണ്ട്, അവൻ്റെ ഫോട്ടോ ഉണ്ട്. എല്ലാം ഇനി വൃത്തിയാക്കണം. ഞങ്ങൾ പെട്ടെന്ന് താമസം മാറാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ ആയിരുന്നു ആദ്യം അടുക്കളയുടെ ഇത് കേട്ടോ. എന്നാലും ഒത്തിരി ഇടുക്കായിപ്പോയി, ഇങ്ങനെ പിന്നെ അത് മാറ്റിയിട്ടാണ്. അതുപോലെ ഈ അടുക്കളയിലോട്ട് ഇറങ്ങുന്നിടത്തും അതുകൊണ്ട് ഇവിടെ ഒരു റൂമാണ് കേട്ടോ. അതിന് ബാക്കി പണികളൊക്കെ കണ്ടു കേട്ടോ. ബാക്കി തറയിടാനൊക്കെ ഉണ്ട്, ഒരുപാട് പണികൾ കിടപ്പുണ്ട്, എല്ലാം ചെയ്യണം. ഉണ്ടാ, ഇന്ന് പയറ് തോരനാണ് സ്പെഷ്യൽ. പാത്രം വെക്കുന്ന സാധനങ്ങളെല്ലാം അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറുതിണ്ണ ഉണ്ടേ, അവർ കാണിക്കാം. വെളിയിലേ മഴയൊന്നും ഇല്ലാത്ത സമയത്തെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. എല്ലാം തെന്നിക്കിടക്കും കേട്ടോ, എല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ടേക്കുക. വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകണേ. നല്ല രസമില്ലേ, ഒരുപാട് ചെടി ഉണ്ടായിരുന്നു, എല്ലാം പോയി കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് കൃഷിയും കാര്യങ്ങളും. എന്താ മുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഉണ്ടമുളകാണ്. കാന്താരി മുളക് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ഇതെല്ലാം അവിടെ കൃഷിയാണ്. വേണ്ട, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡാണ് തോട്ടമാണ്. താഴോട്ടൊക്കെ വീടുണ്ട് കേട്ടോ. മെയിൻ റോഡാണ് ആ വീട്. അതിൻ്റെ താഴെ കാണുന്ന വീടിൻ്റെ അടിവശം അത് മെയിൻ റോഡാണ്. അങ്ങോട്ട് തോട്ടം താഴോട്ട്.
എല്ലാം വീടുണ്ട്, താഴെയെല്ലാം വലിയ വീടുകളുണ്ട്. ഈ തോട്ടം കഴിഞ്ഞ് താഴെ ചെല്ലുന്ന തോടാണ്. തോടും നമ്മളെ കാണിക്കുന്ന വയലും പ്രദേശങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഇതിനടിവശം താഴോട്ട് റോഡാണ്. ഇതൊരു നമ്മുടെ ചേട്ടൻ്റെ വീട്, അത് പൊളിഞ്ഞ് ഇപ്പോൾ താമസമൊന്നുമില്ല, എല്ലാം പോക്കായിപ്പോയി. വർഷങ്ങളോളം ഇങ്ങനെ നടക്കുക. അവർ ഇവിടെ നിന്നൊക്കെ പോയി. മറ്റില്ല കിടപ്പുണ്ട്, ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ. ഇതാണ് നമുക്ക് റോഡിലോട്ട് പോകാനുള്ള വഴിയായത്. നേരെ നമ്മുടെ റോഡിലോട്ട് ഇറങ്ങുന്നത്. എന്താ രണ്ട് സൈഡിലും വീടുകളാണ്. അങ്ങോട്ട് രണ്ട് സൈഡിലും വീടാണ്. അവധി ദിവസമായിട്ടേ നമ്മുടെ ഭാഗത്തുള്ള പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. ഫുട്ബോൾ കളിയും മഴയായതെല്ലാം ഇത് പരിക്കകത്തായിരുന്നു. കണ്ടോ, നമ്മുടെ വീടിനോട് നേരെ കിടക്കുന്ന റോഡിലോട്ട് ഇല്ല. കണ്ട, എൻ്റെ വണ്ടി ഏതാണ്ടിരിക്കുന്നേ, ടാർപ്പായിട്ട് വെച്ചേക്കുക. മഴയായത് ഇതാണ്ടിരിക്കുന്നു വണ്ടി. പണിയില്ലാത്തതുകൊണ്ട് ടാർപ്പായിട്ട് വെച്ചേക്കുക. മൊത്തം ഭയങ്കര മഴയായതെന്നാണ് ഞാൻ നനഞ്ഞ് ആകെ എല്ലാം നാശമായിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. ഇതാണ് താഴെ വയലിലോട്ട് പോകുന്ന റോഡത്. താഴോട്ട് അവിടെ നിന്ന് ഇത് നേരെ ബസ് റൂട്ടുള്ള റോഡാണ്. നേരെ താഴെ ഉണ്ടോ വീണി നടക്കും. താഴെ ഒരു കൊച്ചു കടയുണ്ട്. ഇന്നത്തെ പണി പോയി. അതാ രാവിലത്തെ പണി പോക്കാൻ വേണ്ടി